പാഠം 79. പ്രണയിക്കുന്നവർക്ക് സലാം. കഷ്ടം. മനുഷ്യന്മാർക്കൊന്നും വേറെ പണിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവരൊക്കെ ചൂടലിനടിക്കണം. വില്ലേജ് ഓഫീസർ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഇന്നെന്താണാവോ പ്രശ്നം? നീ ഇത് കണ്ടോ ഭാമേ? നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഭ്രാന്താണ്. എന്തു പറ്റി? ലോകം മുഴുവൻ ഇന്ന് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുകയാണ്. അതിനെന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? പ്രണയിക്കാൻ ഒരു ദിവസം എന്നാണ് പത്രക്കാർ പറയുന്നത്. ഇതൊക്കെ എന്ത് വൃത്തികേടാണ്? പ്രണയിക്കുന്ന എങ്ങനെ വൃത്തികേടാവും? പ്രണയിക്കുന്നവർ പ്രണയിച്ചോട്ടെ, പക്ഷേ അതിങ്ങനെ പരസ്യമായി ആഘോഷിക്കുന്ന എന്തിനാ? മോഹനേട്ടാ, ഇങ്ങനെ ഒരുപാട് ദിവസങ്ങളുണ്ട്. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, അധ്യാപക ദിനം, ശിശുദിനം, അങ്ങനെ എന്തൊക്കെ ദിനങ്ങളുണ്ട്. അതുപോലെ പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഒരു ദിവസം. അതിനെന്താ കുഴപ്പം? ഓഹോ, നല്ല ന്യായം. എടി, സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് 200 കൊല്ലത്തെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. അതുപോലെ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് പരമാധികാരിയായതിന്റെ ഓർമ്മയാണ്. ശിശുദിനം മഹാനായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. അധ്യാപക ദിനം മഹാപ്രതിഭാശാലിയായിരുന്ന സാക്ഷാൽ സർവപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. അതുപോലാണോ ഈ പ്രേമിക്കുന്നവരുടെ ദിനം? എടി, വേറെ പണിയൊന്നുമില്ലാത്തവർക്ക് നേരം കളയാനുള്ളൊരു ഏർപ്പാടാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഈ സൂക്കറുള്ള എത്ര പേരുണ്ട്? വിരലിലെണ്ണാവുന്നവർ. അവർക്ക് എന്തിനാണ് ഒരു ദിനം? എല്ലാവർക്കും കൂടി ആഘോഷിക്കാൻ പറ്റുന്നതായിരിക്കണം ഇത്തരം പരിപാടികൾ. ഡിസംബർ 1-ാം തീയതി ലോക എയ്ഡ്സ് ദിനമാണ്. ലോകത്ത് എത്ര എയ്ഡ്സ് രോഗികളുണ്ട്? ഓഹോ, അതുപോലെയാണ് ഇത്. എയ്ഡ്സ് എന്ന മാരക രോഗത്തിനെതിരെ ആൾക്കാരെ ബോധവൽക്കരിക്കാനും ലോകത്തുള്ള എയ്ഡ്സ് രോഗികളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാനുമാണ് എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. ലോകത്തുള്ള കാമുകി കാമുകന്മാർ അവരുടെ പ്രണയം ഒന്നും കൂടെ ഊട്ടിയുറപ്പിക്കാനും സന്ദേശങ്ങൾ കൈമാറാനുമാണ് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്. അതെന്ത് ന്യായം? എടി, പ്രേമം എന്ന് പറയുന്നത് ഒരു സ്ഥിരം വികാരമാണ്. ദേഷ്യം വരും പോകും, സങ്കടം വരും പോകും. അതുപോലെയാണ് പ്രേമം. ഒരാൾക്ക് വേറൊരാളോട് പ്രേമം തോന്നിയാൽ ആ പ്രേമം സ്ഥിരമായി കാണും. അതല്ലാതെ ഫെബ്രുവരി 14-ാം തീയതി മാത്രം പൊങ്ങി വരുന്നൊരു സാധനമല്ലത്. ഫെബ്രുവരി 14 മാത്രമാണെന്ന് ആര് പറഞ്ഞു? പ്രേമിക്കുന്നവർക്ക് എന്നും പ്രേമം കാണും. പക്ഷേ വാലന്റൈൻസ് ഡേ അവരുടെ ഒരു ആഘോഷമാണ്. അത്രയേ ഉള്ളൂ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് മോഹനേട്ടന് അതിലെന്താ പ്രശ്നമെന്നാണ്. നാട്ടിലെത്രയോ ആളുകൾ കള്ളു കുടിക്കുന്നു, മോഹനേട്ട് കുടിക്കുന്നുണ്ടോ? എത്ര പേർ സിഗരറ്റ് വലിക്കുന്നു, മോഹനേട്ടന് ആ ശീലമുണ്ടോ? എത്ര പേർ ഭാര്യയോട് മാന്യമായിട്ട് പെരുമാറുന്നു, മോഹനേട്ടൻ അങ്ങനെ ചെയ്യാറുണ്ടോ? അതുപോലെ ലോകത്ത് എത്ര പേര് പ്രേമിക്കുന്നു. അവർ പ്രേമിക്കുകയോ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുകയോ ചെയ്യട്ടെ. മോഹനേട്ടൻ അതൊന്നും ശ്രദ്ധിക്കാതെ വില്ലേജ് ഓഫീസിൽ പോയി ആർക്കെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ കരമടപ്പിക്കുകയോ ചെയ്യും. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമം മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാ. കാണ്ടാമൃഗം പ്രേമിച്ച ചരിത്രമേ ഉണ്ടായിട്ടില്ല. ഒരു തർക്കം വരുമ്പോ എന്നെ കളിയാക്കിട്ട് പോകുന്നത് നിന്റെ സ്ഥിര പരിപാടിയാണ്. നിനക്ക് ഈ വാലന്റൈൻസ് ഡേ പറ്റി എന്തെങ്കിലും അറിയാമോ? ഇല്ല. ഈ ഫെബ്രുവരി 14-ാം തീയതി പ്രേമിക്കാൻ നടക്കുന്ന ഏതെങ്കിലും വായി നോക്കിയൾക്ക് ഈ വാലന്റൈൻ എന്ന പേരിനെ പറ്റി എന്തറിയാം? അവൾക്ക് ഉത്തരം മുട്ടി. എടി, ഈ വാലന്റൈൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു. AD 3-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരായുള്ള അക്രമങ്ങൾ നടക്കുന്ന കാലത്താണ് ഈ വാലന്റൈൻ എന്ന പുരോഹിതൻ ജീവിച്ചിരുന്നത്. അന്ന് റോമൻ സൈന്യത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ പട്ടാളക്കാരെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിട്ടേയില്ലായിരുന്നു. ഈ വാലന്റൈൻ എന്ന പുരോഹിതൻ മുൻകൈയെടുത്ത് ഒരുപാട് പട്ടാളക്കാരുടെ വിവാഹം നടത്തിക്കൊടുത്തു. പിന്നീട് അദ്ദേഹത്തെ റോമൻ ഭരണകൂടം കൊന്നുകളഞ്ഞു. ഈ വാലന്റൈന്റെ പേരിലാണ് ഈ ആഘോഷം. അപ്പൊ വില്ലേജ് ഓഫീസർക്ക് ഇതൊക്കെ അറിയാം. പ്രണയവിരോധിയായ മോഹനേട്ടൻ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്? നമുക്കിഷ്ടമുള്ളത് മാത്രമല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്.
അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലർ ആയതെന്ന് നമുക്കറിയാന്ന് വെച്ച് ഹിറ്റ്ലറെ ഇഷ്ടമാണ് എന്നതിനർത്ഥമില്ലല്ലോ. അതുപോലെയല്ലല്ലോ ഇത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മോഹനേട്ടന്റെ അടവാണെന്നാണ്. എന്റെ അടുത്ത് മാന്യനാവാനുള്ളൊരു ശ്രമം. പുറത്തിറങ്ങിയാൽ ഇങ്ങനെയാണോന്ന് ആർക്കറിയാം? പിന്നെ ഞാൻ കാണുന്നില്ലല്ലോ. മോഹനേട്ടന് ഇപ്പോ വേറെ ഏതെങ്കിലും പെണ്ണിനോട് പ്രേമമുണ്ടെന്ന് നാട്ടുകാരെങ്കിലും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെയാണല്ലോ ഇവിടുത്തെ പെരുമാറ്റം. എന്റെ മുന്നിൽ നാടകം കളിച്ച് മാന്യനായി പുറത്തിറങ്ങി എന്താ പരിപാടി എന്ന് ആർക്കറിയാം? ആണല്ലേ ജാതി, എങ്ങനെ വിശ്വസിക്കാം? ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് പറയാം. പറയണേ. പറയും. ഇവിടെ ആരുമില്ലല്ലോ. പിന്നാരെ കോളിമ്പലടിച്ചത്? ആരാ മോനേട്ടാ? ആരെയും കാണുന്നില്ല. പിന്നെ കോളിമ്പൽ എങ്ങനെ തന്നെ അടിക്കൂ? ഇത് ഏതെങ്കിലും വികൃതി പിള്ളേരുടെ പരിപാടിയായിരിക്കും. കഴിഞ്ഞ ആഴ്ച എനിക്ക് പറ്റിയൊരു അബദ്ധം നീ അറിഞ്ഞോ? ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് നടന്നു പോകുമ്പോ പുഷ്കറിന്റെ ബേക്കറുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന വീടിന്റെ വരാന്തയില് ഒരു കൊച്ചുകുട്ടി, ഒരു 4-5 വയസ്സ് വരും. അവന് കോളിമ്പല്ലിൽ കൈയെത്താത്തതുകൊണ്ട് കഷ്ടപ്പെട്ട് കൈയെത്തിക്കാൻ നോക്കുക. എനിക്ക് സഹതാപം തോന്നി. ഞാൻ കയറി ചെന്ന് അവനെ എടുത്ത് പൊക്കി ഇങ്ങനെ പിടിച്ചു. അവൻ കോളിമ്പല്ലടിച്ചിട്ട് എന്നോട് പറയാ, ഇനി നമുക്ക് ഓടാന്ന് പറഞ്ഞു തീരും മുമ്പ് അവ ഓടി. എനിക്ക് കാര്യം മനസ്സിലായി വന്നപ്പോ വീട്ടുടമസ്ഥ ഇറങ്ങി വന്നു. എന്നിട്ടെന്താ, അയാളുടെ വായിരിക്കുന്ന മുഴുവൻ തെറി ഞാൻ കേട്ടു. ഇതും അതുപോലെ ഏതോ വികൃതി പിള്ളേരായിരിക്കും. ഇതെന്താ? എന്താ? മോഹനേട്ടന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. കെ മോഹനേഷൻ, തൈപ്പറമ്പിൽ. നോക്കട്ടെ. ഈശ്വരാ, പ്രേമം. ഇതാരുടെയാ? എനിക്കറിഞ്ഞൂടാ. അറിയാത്ത ആളെങ്ങനെ മോഹനേട്ടനെ കാണ്ടയക്കുന്നത്? പേരുണ്ടല്ലോ, മോഹനേട്ടന്റെ സ്വന്തം ശിവകാമി. ആരാ ശിവകാമി? എനിക്കറിയില്ല. വേഷങ്ങളെടുക്കലേ മോഹനേട്ടാ. വാലന്റൈൻസ് ഡേയെ കുറ്റം പറഞ്ഞിട്ട് വാലന്റൈൻസ് ഡേയിൽ കാമുകയുടെ കാർഡ് വന്നിരിക്കുന്നു. എന്റെ അടുത്ത് കാണിക്കുന്ന അറവാണെന്ന് ചോദിച്ച് നാവ് വായിൽ കിട്ടുന്നേ ഉള്ളൂ. ഞാൻ എത്തിയില്ല കാണാൻ സന്ദേശം. ആരാ ശിവകാമി? കത്ത്. ഇത് വല്ലാത്ത പൊല്ലാപ്പായല്ലോ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോഹനേട്ടന് ഈ കവറിലുണ്ടായിരുന്ന കത്ത. ഈ കാർഡ് നേരിട്ട് തരണമെന്ന് കരുതി ഇന്നലെ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ രാവിലെ അത്യാവശ്യമായി ഒരിടം വരെ പോകേണ്ടതുകൊണ്ട് ഇത് ഒരു സുഹൃത്ത് വശം കൊടുത്തുവിടുന്നു. മോഹനേട്ടൻ ഇന്ന് വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ എന്നാണ് എന്റെ സങ്കടം. വേണ്ടോ? എന്ത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയണ്ടല്ലോ. വാലന്റൈൻ എന്ന ക്രിസ്ത്യൻ പുരോഹിതനെ പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നതല്ലേ? വാലന്റൈൻ എന്ന പുരോഹിതനെ പറ്റി മോഹനേട്ടൻ എങ്ങനെ അറിയാം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മോഹനേട്ടൻ എന്താ എന്നോട് പറഞ്ഞത്? ഇത് അവള് പറഞ്ഞതാണല്ലേ? ഒരു കാര്യം ഒരിക്കൽ കേട്ടാൽ പിന്നെ ഈ ജന്മ മോഹനേട്ടൻ മറക്കില്ലല്ലോ എന്ന്. അയ്യോടാ. നാളെ ഞാൻ തിരിച്ചെത്തും. മറ്റന്നാൾ നമുക്ക് നേരിൽ കാണാം. എന്റെ മോഹനേട്ടനെ ഒരു ദിവസം കാണാതിരുന്നാൽ എനിക്ക് ആകെ ഒരു വീർപ്പുമുട്ടല.
പ്രണയദിനാശംസകൾ നേർന്നുകൊണ്ട് മോഹനേട്ടന്റെ മാത്രം ശിവകാമി. വിളച്ചില് വേണ്ട. ആരാ ശിവകാമി?